ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ CBSEയുടെ റിസൾട്ട് ഒക്കെ വന്നിട്ട് ഇപ്രാവശ്യം. സോ നിങ്ങൾ എല്ലാവരും ക്യൂരിയസ് ആയിരിക്കും അല്ലേ? അടുത്ത കൊല്ലം ഇനി 10th പോകാൻ പോകുന്ന പിള്ളേരൊക്കെ, CBSE പിള്ളേരൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ? എന്തൊക്കെയാവും പഠിക്കാനുണ്ടാവുക, എങ്ങനെയൊക്കെ പഠിക്കണം അല്ലേ? സോ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം അല്ലേ? അപ്പോൾ ഞാനൊരു കോട്ട് പറഞ്ഞു തരട്ടെ. നമ്മുടെ ഓൾവേസ് ആസ് യൂഷ്വൽ ഒരു ബൂസ്റ്റപ്പ് ആയിക്കോട്ടെ നമുക്ക് അല്ലേ? So, our greatest weakness lies in giving up. The most certain way to succeed is always to try just one more time. Okay, ആരാ പറഞ്ഞേ? തോമസ് ആൽവ എഡിസൺ. ആരാന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഇൻകാൻഡസെന്റ് ബൾബൊക്കെ കണ്ടുപിടിച്ച കുറെ ഇൻവെൻഷൻസ് കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് അല്ലേ? എന്തിനാണ് നമ്മൾ ഈ വലിയ വലിയ ആൾക്കാരുടെ കോട്ടൊക്കെ ഇങ്ങനെ പറയുന്നത്? നമുക്ക് പറയാൻ അവര് അത് പറഞ്ഞിരിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അല്ലേ? എന്തിനാ അവരുടെ കോട്ട് നമ്മൾ എടുത്ത് പറയുന്നത്? നമുക്കും വിജയിക്കാൻ അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ അല്ലെ ഉയർന്ന സ്വപ്നങ്ങൾ കാണണമെന്നാണല്ലോ നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? സോ ഇതെന്താണ് പറയുന്നത്? നമ്മുടെ വീക്ക്നെസ് എന്താ? നമ്മുടെ വീക്ക്നെസ് ഗിവിങ് അപ്പ് ആണ്. നമ്മൾ എന്തും വിട്ടുകൊടുക്കുക. എക്സാമിന്റെ മാർക്ക് ആയിക്കോട്ടെ, ഏത് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അക്കാദമിക് ഓർ ബിസൈഡ് അക്കാദമിക്, വേറെ എന്തായിക്കോട്ടെ, നമ്മുടെ പാഷൻ എല്ലാം നമ്മൾ വിട്ടുകൊടുക്കും അല്ലേ? എന്തിനാ? വേണ്ട, മടിയായിരിക്കും ചിലപ്പോ ഒരു കാരണം. വേണ്ട, ഇന്നിപ്പോ വേണ്ട, നാളെ ആവാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എനിക്ക് 10 മാർക്ക് 20ൽ ഇപ്പോ ഒരു 18 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. 18 മാർക്ക് മതി, അത് മതി, എനിക്ക് 20 വേണ്ട, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. അത് പോരാ, നമുക്ക് ഹൈയസ്റ്റിൽ എത്തണം എപ്പോഴും. ഓക്കെ, നമ്മൾ ഗിവിങ് അപ്പ് ചെയ്യരുത്, നമ്മൾ ഒന്നും വിട്ടുകൊടുക്കരുത്. നമുക്ക് എന്ത് വേണം? നമ്മൾ ജസ്റ്റ് ട്രൈ വൺസ് അഗെയിൻ, നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക അല്ലേ? എന്തിനാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു 10-12 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നത് അല്ലേ? അപ്പൊ റെഗുലർ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തെ മാർക്ക് കുറവാണ്, ഒട്ടും പേടിക്കണ്ട. പിന്നത്തെ മാർക്ക് കൂടി വരും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യുക, കൂടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ട് കുറേ കഴിയുമ്പോഴേക്ക് നമ്മൾ പരുവപ്പെട്ട് ഇനി ഏത് വന്നാലും നമ്മൾ അങ്ങ് കത്തിക്കയറും എന്നുള്ള മട്ടാവും അല്ലേ? സോ അതിനാണ് നമ്മൾ ഇപ്പോഴേ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നത്. അപ്പം നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. 1 more ടൈം നമ്മൾ ട്രൈ ചെയ്യുക. അതും കഴിഞ്ഞിട്ട് എക്സ്ട്രാ വീണ്ടും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ കോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് സ്റ്റുഡൻസ് എന്നുള്ളൊരു നിലയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോട്ടാണിത്. ഓക്കെ, സോ മറക്കണ്ട. എന്ത് ചെയ്യാ? ജസ്റ്റ് ട്രൈ വൺസ് അഗൈൻ. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മള് കഴിഞ്ഞ എൻ്റെ 2 ക്ലാസ്സുകളും കണ്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന്റെ മുന്നത്തെ യൂട്യൂബ് ക്ലാസ്സിലും നമ്മൾ എടുത്തത് റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ് 8th സ്റ്റാൻഡേർഡ് CBSE 8th സ്റ്റാൻഡേർഡിലെ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസിന്റെ പോർഷൻസ് ആയിരുന്നു. ഓക്കെ, ഇന്നാണ് നമ്മൾ അതിന്റെ ഫൈനൽ പാർട്ട്. ഇന്നാണ് കുട്ടിക്കലേശം. ഓക്കെ, ഇന്നാണ് നമ്മൾ അതിന്റെ ഫൈനൽ പാർട്ടായിട്ട് വരുന്നത്. നമുക്ക് ഒരുമിച്ച് നോക്കാം അല്ലേ? അപ്പൊ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, സോ ഫാർ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസിൽ എന്നുള്ളതാണ് അല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും? നമ്മൾ റീപ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? റീപ്രൊഡക്ഷൻ എന്താണ് റീപ്രൊഡക്ഷൻ? പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലേ? ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതില് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചിരുന്നു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചിരുന്നു. ഒരു പിക്ചർ ഒക്കെ കാട്ടിയിട്ട് അല്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാന സ്ട്രക്ചർ എന്താ? സ്പേം ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? ടെസ്റ്റിസ്. ആൻഡ് ഫീമെയില് ഓവം ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? ഓവറി അല്ലേ? ആൻഡ് ഇത് തമ്മിലുള്ള ഫ്യൂഷൻ, അതാണ് ഫെർട്ടിലൈസേഷൻ. ഈ റീപ്രൊഡക്ഷന്റെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഏത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഫെർട്ടിലൈസേഷൻ ആണ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? ഫെർട്ടിലൈസേഷൻ. പിന്നെന്താ? ആൻഡ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഒരു ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെ? പിന്നെ നമ്മള് ഒവിപാരസ് അല്ലെ? ഒവിപാരസ്, വിവിപാരസ് അല്ലെ? വിവിപാരസ്, ഇങ്ങനത്തെ ഓർഗാനിസത്തിനെ പഠിച്ചു. പിന്നെ ഫെർട്ടിലൈസേഷനിൽ തന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻസും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഓൾസോ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ എന്താ? പുറത്ത് വെച്ചിട്ട് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്യുന്നത്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഫീമെയിൽ ഗമീറ്റും മെയിൽ ഗമീറ്റും കൂടി ഫ്യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ എന്താണ് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും? ഓഫ് കോഴ്സ് ദ സ്പേം ആണ്
മെയിൽ ഗമീറ്റ്, ഫീമെയിൽ ഗമീറ്റ് ആണ് ഓവം അല്ലെങ്കിൽ എഗ് അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇനി ഇതുമല്ലാതെ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ സ്റ്റേജസ് പഠിച്ചു അല്ലേ. എങ്ങനെയാണ് ഈ സൈഗോട്ട് നമ്മുടെ ഫ്യൂസ് ചെയ്തിട്ട് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടാണ് ഉണ്ടാവുക. ആ സൈഗോട്ട് എന്നാണ് ഒരു യങ് ബേബി അല്ലെ, കുഞ്ഞു വാവയായിട്ട് മാറുന്നത്. അതിന്റെ സ്റ്റേജസ് പഠിച്ചു അല്ലെ. ആൻഡ് എക്സ്ട്രാ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ മെറ്റാമോർഫോസിസ് പഠിച്ചിരുന്നു. മെറ്റാമോർഫോസിസ് ഓർമ്മയുണ്ടോ? മെറ്റാമോർഫോസിസ് നമ്മുടെ ഫ്രോഗിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഒരു ഫ്ലോ ചാർട്ടിലൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു അല്ലെ. മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രോഗ് പല സ്റ്റേജസിലായിട്ടാണ് വരിക അല്ലെ. അതിന്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം ഉണ്ടാവും അത് വളർന്നു വരുമ്പോൾ. ആദ്യം എഗ്, പിന്നെ എംബ്രിയോ, പിന്നെ ടാഡ്പോൾ ആവും, ചെറിയ വാൽമാക്രി പോലെ ഫിഷ് ടൈപ്പ് അല്ലെ, ചെറിയൊരു ടാഡ്പോൾ ആവും. പിന്നെയാണത് ഒരു അഡൾട്ടായിട്ട് മാറി ഒരു തവളയുടെ രൂപമായിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മെറ്റാമോർഫോസിസ് വരെ ആയിരുന്നു നമ്മള് പാർട്ട് 1ലും പാർട്ട് 2ലും പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഫൈനൽ പാർട്ട് എടുക്കാൻ പോവാണ് റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസിന്റെ. അപ്പോൾ ഇന്ന് നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അതും കൂടി പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പൊ അതും കൂടി നമുക്ക് ഒരുമിച്ച് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫായിട്ട് എന്തൊക്കെ പഠിച്ചു എന്ന് മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഉണ്ട്, അതുപോലെ കുറേ ടീച്ചർമാര് കുറേ സബ്ജക്റ്റിന്റെ വീഡിയോസ് ഇടുന്നുണ്ട്. സോ നിങ്ങൾക്കൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. സോ എന്ത് ചെയ്യുക, നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സ്കൂളിൽ ലേണിംഗിൽ May 24 തൊട്ട് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെഗുലർ ബാച്ചിന്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ May 26 തൊട്ടിട്ട് 6 to 7 ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എല്ലാ വീഡിയോസും അതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുക. ഫീസൊക്കെ കുറവാണ് കേട്ടോ. ഓക്കെ, ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് തന്നെ പറയാലോ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് തുടങ്ങാം അല്ലേ. ഇനി സമയമില്ല, ഇന്നെങ്കിലും തുടങ്ങണം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനൽ പാർട്ട് തുടങ്ങാം റീപ്രൊഡക്ഷന്റെ. ഓക്കെ, നമ്മൾ പറഞ്ഞു അസെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മൾ സെക്ഷൽ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്യൂഷൻ ഓഫ് 2 ഗമീറ്റ്സ് ഉണ്ടാവുന്ന പ്രോസസ്സാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമീറ്റും ഫ്യൂഷൻ ഓഫ് ഫീമെയിൽ ഗമീറ്റും അവിടെ ഒക്യുർ ചെയ്യും. ഓക്കെ, ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമീറ്റ് ആൻഡ് ഫീമെയിൽ ഗമീറ്റ് അവിടെ ഒക്യുർ ചെയ്യുന്നതാണെങ്കിൽ അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെയും ഫ്യൂഷൻ ഒന്നും നടക്കില്ല. സിമ്പിൾ പ്രോസസ് ആണ്. എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് എ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. അപ്പൊ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ഇൻവോൾവ് ചെയ്യാത്ത പ്രോസസ്സാണ്, റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ എഴുതാം. അപ്പൊ ഇതിന്റെ നേരെ ഉൾട്ടയായിട്ട് നിങ്ങൾക്ക് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഡെഫിനിഷൻ എഴുതാം അല്ലെ. ഒന്ന് പഠിച്ചാൽ മതി മറ്റേത് കിട്ടാൻ അല്ലെ. ഈസിയാണ് ബയോളജി. ഓക്കെ, സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ദി ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. അവിടെ ഒരു ഫീമെയിൽ ഗമീറ്റിന്റെയും മെയിൽ ഗമീറ്റിന്റെയും ഫ്യൂഷൻ കൂടിച്ചേരൽ നടക്കില്ല. ഓക്കെ, സോ ഓൺലി എ സിംഗിൾ പാരന്റ് ഇൻവോൾവ് അല്ലെ. ഫ്യൂഷൻ വേണ്ട, മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഒന്നും ഫ്യൂസ് ചെയ്യണ്ട. അപ്പൊ എന്താണ്? ഒരു സിംഗിൾ പാരന്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. സിംഗിൾ പാരന്റിൽ നിന്ന് ഡോട്ടർ സെൽസ് ഉണ്ടാവുക. ഡോട്ടർ സെൽസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുക. ഓക്കെ, സിംഗിൾ പാരന്റിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവുക. അതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷന് 2 എക്സാമ്പിൾസ് ആണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബഡ്ഡിങ് ഇൻ ഹൈഡ്ര. ഹൈഡ്ര എന്നുള്ള ഓർഗാനിസത്തിനെ പറ്റിയിട്ട് യു മൈറ്റ് ഹാവ് ഹിയർഡ് അല്ലെ, കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഹൈഡ്ര എന്താ? ഒരു ഹൈഡ്രോസോവ ആണ്. ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഹൈഡ്രോസോവ ആണ്. ഇത് നിഡേറിയ ഫൈലത്തിൽ പെടുന്നതാണ്. ഒരുപാട് ഫൈൽ ഉണ്ട്, നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും പഠിക്കും. ഓക്കെ, നിഡേറിയ എന്ന് പറഞ്ഞ സീലിയൻഡ്രേറ്റ്സ് എന്നായിരുന്നു മുമ്പ് വിളിച്ചിരുന്നത്, സീലിയൻഡ്രേറ്റ്സ്. ഓക്കെ, സോ ഫൈലം നിഡേറിയ എന്ന് പറഞ്ഞ ഒരു ഫൈലത്തിൽ വരുന്നതാണ് നമ്മുടെ ഹൈഡ്ര എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഗ്രീക്ക് മിത്തോളജിയിൽ ഇതിനെ പറ്റി ഒരു കഥയൊക്കെ ഉണ്ട്. കുറെ തലകളുള്ള ഒരു ഓർഗാനിസം ആയിരുന്നു. അതിനെ ഹെർക്കുലീസ് തോപ്പിച്ചു. അത് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി റീജനറേറ്റ്. അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് മുറിച്ചു പോയാലും അതിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു
ചത്തുപോകുന്ന കേസ് ഒന്നും ഇല്ല ഈ ഓർഗാനിസത്തിന് എന്നൊക്കെ പറയും. സോ ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഹൈഡ്രോസോവയാണ്. എവിടെയാ കാണുക ഹൈഡ്രനെ? ഫ്രഷ് വാട്ടറിലാണ് കാണുക കേട്ടോ. ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്. എപ്പോഴും അക്വാട്ടിക് ആയിട്ടായിരിക്കും ഇതിനെ കാണുക. അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഹൈഡ്രോസോവയാണ്. സ്മോൾ ഓർഗാനിസം ആണ്, ചെറിയ ഓർഗാനിസം ആണ് ഹൈഡ്ര. ഏകദേശം ഞാൻ ഈ കൊടുത്ത പിക്ചറിൽ ഇതുപോലെ ഉണ്ടാവും. ഈ ഹെഡില് ഇങ്ങനെ ഒരു ടെൻഡക്കിൾസ് എന്ന് പറയും ഇതിന്, ടെൻഡക്കിൾസ്. ഓക്കെ, ഹെഡിൽ ഇങ്ങനെ കുറെ വാല് പോലെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും ഇതിന്, ടെൻഡക്കിൾസ്. നമ്മുടെ ജെല്ലി ഫിഷ് പോലെയൊക്കെയാണ് ഈ ഹൈഡ്രയെ കാണാൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. എന്താണ് ഹൈഡ്ര എന്ന് മനസ്സിലാവണല്ലോ, അതിന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിന് ടെൻഡക്കിൾസ് ഉണ്ടാവും. ഇതിനൊരു ട്യൂബുലാർ സ്ട്രക്ചർ ആയിരിക്കും, ഒരു ട്യൂബ് ലൈക്ക് ബോഡി ആയിരിക്കും ഹൈഡ്രയ്ക്ക്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അത് അക്വാട്ടിക് ഓർഗാനിസം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഹൈഡ്ര എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക? അസെക്ഷൽ റീപ്രൊഡക്ഷൻ മോഡാണ് ഹൈഡ്രയ്ക്ക് റീപ്രൊഡക്ഷനിലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഹൈഡ്ര ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഹൈഡ്ര ഡെവലപ്സ് എ ബഡ് ഓൺ ഇറ്റ്സ് ട്യൂബുലാർ ബോഡി. ഹൈഡ്ര എന്താ ചെയ്യുക? ഹൈഡ്ര ഇതിന്റെ ട്യൂബുലാർ ബോഡിയിൽ ഒരു ബഡ് ഡെവലപ്പ് ചെയ്യും. ഇതാണ് ബോഡി എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ബഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഇസ് നോൺ ആസ് എ ബഡ്. ആൻഡ് the bud grows in size. ബഡ് എന്ത് ചെയ്യും? ഇങ്ങനെ സമയം കൂടുന്തോറും അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ പാരന്റ് ഹൈഡ്ര. ബഡ് ഗ്രോ ചെയ്ത് ഒരു പാകത്തിന് എത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് പാരന്റ് ഹൈഡ്രയിൽ നിന്ന്, അതായത് മെയിൻ ബോഡിയിൽ നിന്ന്, അതുണ്ടായ പാരന്റ് ഹൈഡ്രയിൽ നിന്ന് അതങ്ങ് വിട്ടുപോരും, ഡിറ്റാച്ച് ചെയ്യും. ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയൊരു ഹൈഡ്രയായിട്ട് അങ്ങ് മാറും. ഓക്കെ, അതിനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അതിനെന്താ വിളിക്കുക നമ്മള്? ബഡ്ഡിങ്. So budding in hydra is the best example for asexual reproduction. Okay, so budding എന്താണ്? ഹൈഡ്രയുടെ പാരന്റ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിൽ നിന്ന് ഒരു ബഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ബഡ് എന്ത് ചെയ്യും? ഗ്രോ ചെയ്ത് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവും. ഡിറ്റാച്ച് ആയി കഴിഞ്ഞാൽ അത് പുതിയൊരു ഹൈഡ്രയായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ ബഡ്ഡിങ് പ്രോസസ്. വെരി ഈസി അല്ലേ? സോ ഇതാണ് അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അല്ലെ? പാരന്റ് ഹൈഡ്ര, ഇതാണ് പാരന്റ് ഹൈഡ്ര. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതിനൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്, ടെൻഡക്കിൾസ് ഉണ്ട് അല്ലെ, തല പോലെ ഒരു ജെല്ലി ലൈക്ക് പോലെയാണ് ഇത് കാണാനൊക്കെ. ഓക്കെ, അപ്പൊ അതിന്റെ ബോഡി, ട്യൂബുലാർ ബോഡിയിൽ നിന്നൊരു ബഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ആ ബഡ്. ഈ ബഡ് നോക്കൂ, ബഡ് മെല്ലെ മെല്ലെ നീളം വെച്ച് വളർന്ന് പുതിയൊരു കുറെ വാലൊക്കെ ഉള്ള, കുറെ ടെൻഡക്കിൾസ് ഒക്കെ ഉള്ള ഒരു ഹൈഡ്ര ആയി അല്ലെ? പുതിയൊരു ഹൈഡ്ര ആയിട്ട് മാറി. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ അത് ഡിറ്റാച്ച് ആവും. ഡിറ്റാച്ച് ആയിട്ട് കണ്ടോ, ഒരു ഹൈഡ്ര ഇതായിരുന്നു പാരന്റ് അല്ലെ? പാരന്റ് എന്ന് പുതിയൊരു ഡോട്ടർ ഹൈഡ്ര, ഡോട്ടർ സെല്ലായിട്ട്, ഡോട്ടർ ആയിട്ടുള്ള, അതായത് പുതിയൊരു ഹൈഡ്ര ആയിട്ട് മാറി. ഓക്കെ, സോ പാരന്റ് ഹൈഡ്ര ഒരു ബഡ് ഡെവലപ്പ് ചെയ്യും. ബഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ന്യൂ ബഡ് ആയിട്ട് മാറും. ന്യൂ ബഡ് ആയിട്ട് മാറിയിട്ട് അത് ഡിറ്റാച്ച് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ഫോം ആസ് എ ന്യൂ ഹൈഡ്ര, ഒരു ന്യൂ ഓർഗാനിസം. ഓക്കെ, ഇതാണ് സിംപ്ലി the reproduction in hydra known as budding, and it is the best example for asexual reproduction. Okay, അപ്പൊ മറക്കരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ആണ് അമീബയിലെ ബൈനറി ഫിഷൻ. അമീബയില് ബൈനറി ഫിഷൻ. അമീബയും ഹൈഡ്രനെ പോലെ നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അമീബ എന്താണ്? അമീബ ഒരു യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഇതിനൊരൊറ്റ സെല്ലേ ഉള്ളൂ. ഓക്കെ, അമീബയ്ക്ക് എന്താ പ്രത്യേകത? ഒരൊറ്റ സെല്ലുള്ളൂ. യൂണി എന്ന് പറഞ്ഞാൽ ഒറ്റ സെല്ല്, മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെല്ലുള്ളവരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അപ്പൊ ഈ അമീബ എന്താ? യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒറ്റ സെല്ല്, അതിന്റെ ഉള്ളിലാണ് അതിന്റെ എല്ലാ ബയോകെമിക്കൽ പ്രോസസ്സും മെറ്റബോളിസും ഒക്കെ നടക്കുക. ഓക്കെ, അപ്പൊ അമീബ എന്താ ചെയ്യുക? അമീബിക് ഡിസെൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട്, എൻഡമീബ ഹിസ്റ്റോളിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജീവികൾ നമുക്ക് ഹ്യൂമൻസിൽ അമീബിക് ഡിസെൻട്രി ഒക്കെ വരുത്തും കേട്ടോ. അത് അത്ര ഒരു പ്രോട്ടോസോവയാണ്, അത്രയും എന്താ നല്ലതാണെന്നൊന്നും കരുതണ്ട. അപ്പൊ സോ ബൈനറി ഫിഷൻ ഇൻ അമീബ. അമീബ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടത്തുക? സെക്ഷൽ റീപ്രൊഡക്ഷൻ മോഡാണ്. എങ്ങനെയാണ് നടത്തുക? അതിന്റെ പേരാണ് ബൈനറി ഫിഷൻ. ഓക്കെ, ബൈനറി ഫിഷൻ. പേര് കേൾക്കുമ്പോ തന്നെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? പേര് ബയോളജിയിൽ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും പറയും, ബയോളജിയിൽ പേര് കേട്ടാൽ തന്നെ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ എഴുതാൻ പറ്റും. ബൈനറി ഫിഷൻ, ബൈ എന്ന് പറഞ്ഞാൽ മോണോ വൺ, ബൈ എന്ന് പറഞ്ഞാൽ ടു. ബൈനറി ഫിഷൻ എന്തോ രണ്ടാവുന്നതാണ് അപ്പൊ ഫിഷൻ, ബൈനറി ഫിഷൻ എന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. So the nucleus of the amoeba divides into two followed by the division of the cell. ഇതാണ് അമീബ യൂണിസെല്ലുലാർ ആണെന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, ഇതാണ് അമീബയുടെ ബോഡി. ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിനൊരു റിജിഡ് സെൽ ബോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇതിങ്ങനെ ഇത് ഫ്ലെക്സിബിൾ ആണ്. ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ് അമീബയുടെ ബോഡി.
അമീബയുടെ ബോഡി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇതിന് ഇങ്ങനെ എഴഞ്ഞു പോലെ തോന്നുക. ഇതിന് പർട്ടിക്കുലർ ഷേപ്പ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. സോ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിലൊരു ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ, ഈ ന്യൂക്ലിയസ് ഓഫ് അമീബ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇതിന്റെ സെൽ ഡിവിഷൻ, ഒരൊറ്റ സെല്ലേ ഉള്ളൂ, ഈ സെൽ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എങ്ങനെ, എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഈ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഒബ്വിയസ്ലി സെല്ലിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയുണ്ടാവും. സെല്ലിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, സെല്ലിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ടാവും. സെല്ലിലെ ഫ്ലൂയിഡ് കണ്ടന്റ്, സെല്ലിലെ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് വിച്ച് ആർ എംബഡഡ് ദ അതർ ന്യൂക്ലിയർ മെമ്പേഴ്സ് അല്ലെ, അതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയാ. സെല്ലിന്റെ ഉള്ളിലെ കണ്ടന്റ്, സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഈ കണ്ടന്റിനെയൊക്കെ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം. അപ്പൊ ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ സെല്ലിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ the nucleus of the amoeba divides into two followed by the division of the cell. Each daughter amoeba receives one nucleus. Okay, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് സെല്ലായിട്ട് മാറും, അത് ഡിവൈഡ് ചെയ്യും. ഓരോ സെല്ലിനും, ഓരോ ഡോട്ടർ അമീബയ്ക്കും ഓരോ ന്യൂക്ലിയസ് വീതം കിട്ടുകയും ചെയ്യും. ഓക്കെ, the process of producing new amoeba by splitting the parent amoeba into two is termed as binary fission. ഒന്നുമില്ല, പാരന്റ് അമീബ സെൽ ഡിവിഷൻ വഴി രണ്ട് അമീബയായിട്ട് മാറുക. അപ്പൊ അതിന്റെ ന്യൂക്ലിയസും അതിന്റെ സൈറ്റോപ്ലാസും സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് ഡോട്ടർ അമീബയ്ക്കും പോകും. ഇതിനെയാണ് നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബഡ്ഡിങ് ഇൻ ഹൈഡ്രയും ബൈനറി ഫിഷൻ ഇൻ അമീബയും മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ, സോ ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ, പിക്ചർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാരന്റ് അമീബ, നമ്മുടെ അമീബയുടെ ബോഡി ഇതാണ് അല്ലേ. ആൻഡ് ഇതെന്ത് ചെയ്യും, ഇതിന്റെ ന്യൂക്ലിയസ് ഇലോങ്ങേറ്റ് ആവും. പിന്നെ ഒരു ന്യൂക്ലിയസ് ആണ് പാരന്റ് അമീബയിൽ ഉള്ളത്, അത് ഇലോങ്ങേറ്റ് ആവും. സെൽ ഡിവിഷന് മുമ്പ് അത് ഇലോങ്ങേറ്റ് ആവും, എന്ന് വെച്ചാൽ അതിങ്ങനെ നീണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ട് ന്യൂക്ലിയസ് ആവും അല്ലെ, ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഒരു ന്യൂക്ലിയസ് ഇലോങ്ങേറ്റ് ആയിട്ട് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറും. എന്നിട്ട് സൈറ്റോപ്ലാസവും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, രണ്ടായിട്ട് അങ്ങ് സെപ്പറേറ്റ് ചെയ്യും. ഒന്ന് രണ്ട് അല്ലെ, രണ്ട് ഡോട്ടർ സെൽസിനെ കിട്ടും, രണ്ട് ഡോട്ടർ അമീബേനെ കിട്ടും. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, വരച്ച് പഠിക്കുക കേട്ടോ. സോ ബൈനറി ഫിഷൻ ഇൻ അമീബ നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ വരുന്നതാണ് ക്ലോണിങ്. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലെ ക്ലോണിങ്. പലരും കേട്ടിട്ടുണ്ടാവും ക്ലോൺ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താ, ക്ലോൺ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഐഡന്റിറ്റി അല്ലെ, ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണ് ക്ലോണിങ് എന്ന് പറയാ. അതായത് രണ്ടും കാണുമ്പോൾ ഒരേപോലെ ഉണ്ടാവും അല്ലെ. നമ്മൾ ട്വിൻസിനെയൊക്കെ ക്ലോൺ ആണോ നിങ്ങൾ, അല്ലെങ്കിൽ ഒരേപോലെ കാണാൻ ഒരേപോലെ ഉള്ളവരെ നമ്മൾ കളിയാക്കി ചോദിക്കുമ്പോൾ നിങ്ങൾ ക്ലോൺസ് ആണോ എന്ന് ചോദിക്കാറില്ലേ. അതുപോലെയാണ് ഈ ക്ലോണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ ആയിട്ട് ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ഐഡന്റിക്കൽ ആയിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു ബോഡി പാർട്ടിനെയോ ഒരു സെല്ലിനെയോ അല്ലെങ്കിൽ എക്സാക്ട് ആ കംപ്ലീറ്റ് ഓർഗാനിസത്തിനെയോ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോണിംഗ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ, ക്ലോണിംഗ്. ഓക്കെ, ക്ലോണിംഗ് is the production of an exact copy of a cell or any other living part or a complete organism. Okay, production of an exact copy of a cell or any other living part or a complete organism. അതിനെയാണ് നമ്മൾ ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, cloning is the production of an exact copy of a cell, any other living part or a complete organism. ഞാൻ എന്തിനാ ഇങ്ങനെ ഡെഫിനിഷൻ പിന്നെയും പറയുന്നതെന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ ആയിട്ട് എന്താണ് ക്ലോണിംഗ് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുക ക്ലോണിംഗ് എന്താന്ന് ചോദിച്ചാൽ ഒരു മാർക്ക് വെറുതെ കളയണ്ടല്ലോ, നമുക്കത് കിട്ടണ്ടേ. നമുക്ക് അറിയുണ്ടാവും, ചിലപ്പോൾ കോൺസെപ്റ്റ് അറിയുണ്ടാവും ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ചില കുട്ടികൾക്ക് എന്താ എഴുതാൻ പറ്റില്ല പേപ്പറിലേക്ക് അല്ലെ, അയ്യോ എന്തായിരുന്നു ഇപ്പൊ ക്ലോണിംഗ്, ഇങ്ങനെയിപ്പൊ അത് എഴുതുക, എനിക്ക് അറിയാം അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന്, എഴുതാൻ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ വാഗോണ്ട് ആ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞ് പഠിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വായിക്കണം. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ് ആക്ച്വലി. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നമ്മുടെ വീഡിയോസ് കാണുക. അപ്പം യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് all the part. Okay, so cloning of an animal was successfully performed for the first time by Lam Wilmot and his colleagues at the Roslin Institute of Edinburgh in Scotland. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി ഓഫ് ക്ലോണിംഗ് പറയുമ്പോൾ നമ്മള് സ്കോട്ട്ലൻഡില് എഡിൻബർഗില്
ലാൻ വിൽമുട്ടും അവരുടെ കൊളീഗ്സും കൂടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ക്ലോണിങ്ങിന്റെ ഒരു ഫസ്റ്റ് എക്സ്പെരിമെന്റ് എന്ന നിലയിൽ ക്ലോണിങ് സക്സസ്ഫുള്ളി അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്, ക്ലോണിങ്ങിലൂടെ ഒരു ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്തത് ഇവരാണ്. അവരെന്ത് ചെയ്തു? they successfully cloned a sheep named Dolly. ഇവിടെ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഡോളി ഷീപ്പിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഷീപ്പാണ് അല്ലേ, നല്ല സുന്ദരിയായ ഒരു ഷീപ്പ്. ഇതിന്റെ പേരായിരുന്നു ഡോളി. ഡോളി എന്നായിരുന്നു ഇതിന്റെ പേര്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡോളി വാസ് സക്സസ്ഫുള്ളി ക്ലോൺഡ്. അപ്പൊ ഒരു ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ഒരു കുഞ്ഞാണ് ഈ ഡോളി എന്ന് പറയുന്നത്. ഓക്കെ, ഡോളി വാസ് ബോൺ ഓൺ 5th July 1996 ആൻഡ് വാസ് ദ ഫസ്റ്റ് മാമൽ ടു ബി ക്ലോൺഡ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു മാമലിനെ, മാമൽ എന്ന് പറഞ്ഞാൽ എന്താ, പ്രസവിക്കുന്ന ജീവികളല്ലേ, സോ മാമലിനെ പ്രൊഡ്യൂസ് ചെയ്തത്, ക്ലോണിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്തത് ഇവരാണ്. ലാൻ വിൽമുട്ടും കൊളീഗ്സും ആണ് 1996. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ പേജിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ കാര്യമായിട്ട് ഇതിന് പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ ഡോളി ഷീപ്പിന്റെ ക്ലോണിങ് നടന്നതെന്ന് നോക്കാം. ഇൻട്രസ്റ്റിംഗ് അല്ലേ, എങ്ങനെയാണ് ഒരു ഷീപ്പിൽ നിന്ന് ഐഡന്റിക്കൽ ആയിട്ട് ഈ ഷീപ്പ് വന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. ഓക്കെ, ക്ലോണിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ ആണ് ഡോളി. ഡോളിയുടെ സ്റ്റോറി അതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഡോളി എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു സ്കോട്ടിഷ് ബ്ലാക്ക് വൈസ് ആയിട്ടുള്ള ഒരു ഷീപ്പിനെ എടുത്തു, സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ഷീപ്പിനെ എടുത്തു. അതിന്റെ പേരാണ് കേട്ടോ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ്. ബ്ലാക്ക് ഫേസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ അതിന്റെ മുഖം ബ്ലാക്ക് കളറിലായിരിക്കും. ഓക്കെ, സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് എന്ന് പറഞ്ഞ ഷീപ്പിനെ എടുത്തു. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത് ആരുണ്ട്? ഫിൻ ഡോർസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഒരു ഷീപ്പും കൂടി ഉണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് ഇപ്പൊ 2 ഷീപ്പ് ഉണ്ട്, സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസും ഉണ്ട്, ഫിൻ ഡോർസെറ്റും ഉണ്ട്. ഓക്കെ, ഈ 2 ഷീപ്പും ഉണ്ട്. ഇനി ഈ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസിന്റെ അടുത്ത് നിന്ന് നമ്മൾ എന്താണ് എടുത്തത്? എഗ് എടുത്തു. ഇത് എഗ് ഡോണർ ആയിട്ടാണ് ക്ലോണിങ്ങിൽ പ്രവർത്തിച്ചത്. ഇതിന്റെ എഗ് നമ്മൾ എടുത്തു. ഓക്കെ, ഇതിന്റെ എഗ് എടുത്തു ഫിൻ ഡോർസെറ്റിന്റെ മാമറി ഗ്ലാൻഡിൽ നിന്ന്. ഓക്കെ, ഷീപ്പിന് മാമൽസിന് മാമറി ഗ്ലാൻഡ് ഉണ്ടാവുമല്ലോ ഒബ്വിയസ്ലി. സോ ഇതിന്റെ ഫിൻ ഡോർസെറ്റിന്റെ മാമറി ഗ്ലാൻഡിൽ നിന്ന് നമ്മൾ എന്തെടുത്തു? അതിന്റെ സെല്ലിനെ എടുത്തു, മാമറി സെല്ലിനെ നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ എഗ് സെല്ലിന്റെ ന്യൂക്ലിയോളസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, എഗ് സെല്ലിന്റെ ന്യൂക്ലിയോളസും അതിന്റെ ന്യൂക്ലിയസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു എൻ ന്യൂക്ലിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ. നമ്മുടെ ഈ എഗ് സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണല്ലോ, അത് നിങ്ങൾക്ക് അറിയില്ലേ, ഒരു സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് അതിന്റെ ജനറ്റിക് പാർട്ടുകളൊക്കെ ഉണ്ടാവുക. ജീനും DNA യും ക്രോമസോമും ഒക്കെ അടങ്ങിയിരിക്കുന്നത് അതിന്റെ ന്യൂക്ലിയസിലാണ്. ആ ന്യൂക്ലിയസിലുള്ള ജീനും ഇതൊക്കെ ഹെറിഡിറ്റി എന്ന് നമ്മൾ പറയില്ലേ, ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴാണ്, അതായത് പാരന്റ് നിന്ന് ഡോട്ടർ സെൽസിന് കൊടുക്കുമ്പോഴാണ് പാരന്റിന്റെ ജീൻസ് കൈമാറുന്നത് അവിടെ. ഓക്കെ, അപ്പം ഈ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് എന്ന് പറഞ്ഞ ഷീപ്പിന്റെ എഗ് നമ്മൾ എടുത്തിട്ട് അതിന്റെ ന്യൂക്ലിയസ് നമ്മൾ റിമൂവ് ചെയ്താൽ എന്താ, അതിന്റെ ജനറ്റിക് പാർട്ട് ഒരിക്കലും പിന്നെ അടുത്ത ജനറേഷനിലേക്ക് പോവില്ല. കാരണം ജീനുള്ള ആ ഒരു സംഭവം, അതാണ് ന്യൂക്ലിയസ്, അത് നമ്മൾ എടുത്ത് കളഞ്ഞു അല്ലെ, നമ്മൾ അത് റിമൂവ് ചെയ്തു എൻ ന്യൂക്ലിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ. റിമൂവൽ ഓഫ് ദ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ ഒരിക്കലും ഈ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസിന്റെ ജീനോ അല്ലെങ്കിൽ അതിന്റെ ഹെറിഡിറ്റി ഒരിക്കലും ഇനി ഇൻഹെറിറ്റ് ആയിട്ട് പോവില്ല പുതിയ ഡോട്ടർ ഷീപ്പ് ഉണ്ടാവുമ്പോൾ. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഈ ഫിൻ ഡോർസെറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ മാമറി സെൽ എടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ മാമറി സെൽ എടുത്തിട്ട് നമ്മൾ അതിനെ കൾച്ചർ ചെയ്തു. എന്നിട്ട് ഒരു സിംഗിൾ മാമറി സെല്ലിനെ എടുത്തു നമ്മൾ. എന്നിട്ട് ഈ സിംഗിൾ മാമറി സെല്ലിനെ നമ്മൾ എടുത്തിട്ട്, മാമറി സെല്ല് ഫിൻ ഡോർസെറ്റ് എന്നാട്ടോ എടുക്കണേ, എടുത്തിട്ട് നമ്മൾ ഈ ന്യൂക്ലിയസ് ഇല്ലാത്ത ഈ സെല്ലില്ലേ, നമ്മുടെ എഗ് ന്യൂക്ലിയസ് ഇല്ലാത്ത നമ്മുടെ എഗ്ഗിലേക്ക് ഇതെന്ത് ചെയ്തു? ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി ഇംപ്ലാന്റ് ചെയ്തു. ഓക്കെ, കമ്പൈൻഡ് സെൽസ്, ഈ എഗ് സെല്ലും ഈ മാമറി സെല്ലും കൂടി കമ്പൈൻ ചെയ്തു. അതിനൊരു ഇലക്ട്രിക് ഷോക്ക് ഒക്കെ കൊടുത്തിട്ട് കമ്പൈൻ ചെയ്തു. ഇപ്പൊ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസിന്റെ ന്യൂക്ലിയസ് ഇല്ലാത്തൊരു എഗ്ഗും ഉണ്ട്, ഫിൻ ഡോർസെറ്റിന്റെ മാമറി സെല്ലും ഉണ്ട്. ഇത് രണ്ടും കൂടിയാണ് അതിനെ കമ്പൈൻ ചെയ്തത്. അപ്പൊ ഫിൻ ഡോർസെറ്റിന്റെ മാമറി സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ ഫിൻ ഡോർസെറ്റിന്റെ എന്താ ഹെറിഡിറ്റി, അതിന്റെ ജീൻസ്, അതിന്റെ ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യാനാണ് സാധ്യത അല്ലെ, അതിന്റെ ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യുള്ളൂ അല്ലെ, അതിനല്ലേ സാധ്യത. ബിക്കോസ് സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസിന്റെ ന്യൂക്ലിയസ് നമ്മളങ്ങ് ഒഴിവാക്കി. ഓക്കെ, ഇനി എന്നിട്ട് എന്താ ചെയ്തേ? എന്നിട്ട് ഇതിനെ നമ്മളങ്ങ് വളർത്തി അല്ലെ. കമ്പൈൻഡ് സെൽ നൗ ഹാസ് എ സിംഗിൾ ന്യൂക്ലിയോളസ് ഫ്രം ദ ന്യൂക്ലിയർ ഡോണർ.
ഓക്കെ, ന്യൂക്ലിയർ ഡോണർ ഒരു സിംഗിൾ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. ന്യൂക്ലിയർ ഡോണർ ആരാ? ഫിൻ ഡോർസെറ്റ് ആണ്. എന്നിട്ട് നമ്മൾ അതിനെ വളർത്തിയിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് ആവും. ഞാൻ പറഞ്ഞിരുന്നു ഹ്യൂമൻ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ബ്ലാസ്റ്റോസിസ്റ്റ് എന്താന്ന്? ചെറിയ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് 2 സെല്ല്, 8 സെല്ല്, 16 സെല്ല്, 32 സെല്ല്, അതിനെയാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. എന്നിട്ടാണ് എംബ്രിയോ ആയിട്ട് അത് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, സോ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്ന സമയത്ത്, സെല്ല് ഉള്ളിൽ ഡിവിഷൻ ഒക്കെ നടന്നിട്ട് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ബ്ലാസ്റ്റോസിസ്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ യൂട്രസ് ഓഫ് എ സറോഗേറ്റ് ഈവ്. നമ്മുടെ എന്ത് ചെയ്യുക? സറോഗസി മദറിലെ സറോഗേറ്റ് ഈവിലേക്ക് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കുകയാണ് ഷേപ്പിന്റെ ഉള്ളിലേക്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? അത് അവിടെ കിടന്ന് ഷേപ്പിന്റെ ഫെർട്ടിലിറ്റി, ഷേപ്പിന്റെ എംബ്രിയോ ഡെവലപ്മെന്റ് പീരീഡ് ഒക്കെ കഴിയുമ്പോഴേക്കും എന്തായിട്ട് മാറി? ഡോളി. നമുക്ക് ഫൈനലി ക്ലോൺ ചെയ്തിട്ടുള്ള ഡോളി ആയിട്ട് മാറി. അപ്പൊ ഡോളിക്ക് ഫൈനലി ആരുടെ ക്യാരക്ടേഴ്സ് ഉണ്ടായത്? ഫിൻ ഡോർസെറ്റിന്റെ എക്സാക്ട് കോപ്പി ആയിട്ട് ആര് മാറി? ഈ ഡോളി മാറി. അതിന്റെ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസിന്റെ, അതായത് നമ്മുടെ എഗ് ഡോണറിന്റെ ഒരു ക്യാരക്ടറും ഡോളിക്ക് കിട്ടിയില്ല. ഓക്കെ, കാരണം എന്താ? ജീൻ ഇൻഹെറിറ്റ് ചെയ്തത് ഫിൻ ഡോർസെറ്റ് എന്ന് മാത്രമാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഡോളി ഉണ്ടായത്. പിന്നെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഡോളി മരിച്ചു പോവുകയൊക്കെ ചെയ്തു, ലങ് ഡിസീസ് ഒക്കെ വന്നിട്ട്. അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ക്ലോണിങ്ങിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഫാർ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ക്ലോണിങ് എന്താന്ന് പഠിച്ചു. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമീറ്റ്സും ഫീമെയിൽ ഗമീറ്റ്സും ഡസന്റ് ഒക്കർ ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ്? ഓൺലി എ സിംഗിൾ പാരന്റ് വിൽ ഇൻവോൾവ്ഡ് ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, എക്സാമ്പിൾ ആണ് ബഡ്ഡിംഗ് ഇൻ ഹൈഡ്ര ആൻഡ് ഓൾസോ ബൈനറി ഫിഷൻ ഇൻ അമീബ. ഓക്കെ, ദെൻ ക്ലോണിങ്. ഇത്രയും കാര്യങ്ങളുണ്ട് നമ്മളുടെ ഏത് ചാപ്റ്റർ കഴിഞ്ഞു? 8th സ്റ്റാൻഡേർഡിന്റെ ആനിമൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ, സ്കൂൾ ലേണിംഗിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലേ, ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല എന്താ? കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞും പഠിച്ചും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം? കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുക. സോ മനസ്സിലാക്കി പഠിക്കുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ജോയിൻ ചെയ്യുക, നമ്മുടെ ട്യൂഷനിൽ ജോയിൻ ചെയ്യുക എല്ലാവരും. സ്കൂൾ ലേണിംഗ് എന്ന് പറഞ്ഞ ട്യൂഷൻ മറക്കണ്ട. May 24th പുതിയ ബാച്ച് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റുഡൻസ്. എല്ലാവരും നന്നായിട്ട് ഈ കൊല്ലം എല്ലാം മറന്നിട്ട് നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, ബൈ ഫോർ ടുഡേ.